കോൺഗ്രസിനുള്ളിലെ പുനഃസംഘടനയാണ് ഇനി വരാൻ പോകുന്നത്. സ്വാഭാവികമായും 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിലും വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസിന് വിജയിക്കേണ്ട ആവശ്യകത ഏറെ ആയതുകൊണ്ട് തന്നെ ഒരു പുനഃസംഘടനയും ഒരുപക്ഷെ നേതൃമാറ്റവും ഉണ്ടായേക്കാം. എന്നാൽ നേതൃമാറ്റത്തെ സംബന്ധിച്ച് യാതൊരു തരത്തിലുള്ള ചർച്ചയും ഇപ്പോൾ സംസ്ഥാന തലത്തിൽ നടന്നിട്ടില്ല എന്ന അഭിപ്രായമാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും കെ മുരളീധരനെ പോലെയുള്ള മുതിർന്ന നേതാക്കന്മാരും ഒക്കെ നൽകുന്നത്. എന്നിരുന്നാലും പുനഃസംഘടന കൃത്യമായി നടക്കുമെന്ന് KPCC അധ്യക്ഷൻ കെ സുധാകരൻ പറയുകയുണ്ടായി. അതിൽ തന്നെ തലസ്ഥാന നഗരിയിലെ പുതിയ DCC പ്രസിഡന്റ് ആര് എന്ന ചോദ്യത്തിന് പ്രസക്തി ഏറെയാണ്. തലസ്ഥാന നഗരിയിൽ കഴിഞ്ഞ തവണ കാര്യമായ രീതിയിലുള്ള മുന്നേറ്റം ഒന്നും തന്നെ കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധിച്ചില്ല. ആകെ കോവളം മണ്ഡലത്തിൽ നിന്ന് വിൻസെന്റ് MLA മാത്രമാണ് വിജയിച്ചു വന്നത്. സ്വാഭാവികമായും തിരുവനന്തപുരത്ത് കൂടുതൽ MLA-മാരെ വിജയിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെ ആവശ്യകതയാണ്. അത് മാത്രമല്ല, തിരുവനന്തപുരത്ത് BJP വളർന്നു വരുന്നതും ഇടതുപക്ഷവും കാര്യമായ രീതിയിലുള്ള നിലനിൽപ്പുണ്ടാക്കുന്നതുമെല്ലാം കോൺഗ്രസിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണ്. അതുകൊണ്ട് കാര്യമായ രീതിയിൽ ജനങ്ങൾക്കിടയിൽ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിയുന്ന ഒരു പ്രാദേശിക തലത്തിലും സംസ്ഥാന തലത്തിലുമൊക്കെ മുഖമായി നിൽക്കുന്ന ഒരു നേതാവിനെ DCC പ്രസിഡന്റ് ആക്കുവാനുള്ള സാധ്യത ഏറെയാണ്. അങ്ങനെ വരുമ്പോൾ അരുവിക്കരയിലെ മുൻ MLA-യും സംസ്ഥാന തലത്തിൽ ശ്രദ്ധേയമായ മുഖവുമായി നിൽക്കുന്ന കെ ശബരിനാഥ് DCC അധ്യക്ഷനായി വരാനുള്ള സാധ്യത ഏറെയാണ്. അതായത് DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ആദ്യം പരിഗണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പേരിലൊന്ന് കെ ശബരിനാഥിൻ്റെയാണ്. രണ്ടാമതായി ഉള്ളത് മുൻ ആരോഗ്യ വകുപ്പ് മന്ത്രിയും അതുപോലെ തന്നെ ഗതാഗത വകുപ്പ് മന്ത്രിയൊക്കെ ആയിട്ടിരുന്നിട്ടുള്ള VS ശിവകുമാർ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്നവരിൽ പ്രഥമ സ്ഥാനത്ത് നിൽക്കുന്ന ഒരു നേതാവാണ്. ഇനി അതല്ല, പ്രാദേശിക തലത്തിൽ ശ്രദ്ധേയനായ ഒരു നേതാവിനെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് കൊണ്ടുവരുവാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെങ്കിൽ ശരത്ചന്ദ്ര പ്രസാദ് ആയിരിക്കും DCC അധ്യക്ഷനായി വരിക. അദ്ദേഹം മുൻ MLA ആയിരുന്നു, ജനങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുള്ള നേതാവാണ്, പ്രാദേശിക തലത്തിൽ അറിയപ്പെടുന്ന ഒരു നേതാവാണ്. സ്വാഭാവികമായും അത്തരത്തിലൊരു ചർച്ച തിരുവനന്തപുരത്തിലെ DCC അധ്യക്ഷന് വേണ്ടി നടക്കുകയാണ് എങ്കിൽ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് പരിഗണിക്കുന്ന പ്രഥമ പേരുകളിൽ ഒന്നായി ശരത്ചന്ദ്ര പ്രസാദിന്റെ പേരും മാറും. ഇനി അതല്ല, യുവമുഖങ്ങളിലേക്കാണ് പേരുകൾ വരുന്നത് എങ്കിൽ KSUവിന്റെ മുൻ ജില്ലാ പ്രസിഡന്റായിരുന്ന തിരുവനന്തപുരത്തെ യുവമുഖങ്ങളിൽ ഏറ്റവും പ്രധാനിയായിട്ടുള്ള അതുപോലെ തന്നെ DCC ജനറൽ സെക്രട്ടറി സ്ഥാനത്ത് ഇപ്പോൾ ഇരിക്കുന്ന MJ ആനന്ദിനെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് ഉയർത്തുവാനുള്ള തീരുമാനം ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. നിലവിലുള്ള ഈ 4 പേർക്കാണ് പ്രഥമ പരിഗണനയുള്ളത്. എന്നിരുന്നാലും ഇനി ഡൽഹിയിലേക്ക് പോകുന്ന കത്തിൽ മറ്റാരുടെയെങ്കിലും പേരുകൾ ഈ തലസ്ഥാന നഗരിയുടെ DCC അധ്യക്ഷ സ്ഥാനത്തേക്ക് വരികയാണ് എങ്കിൽ ഈ പേരുകളൊക്കെ പിന്തള്ളപ്പെടാനും സാധ്യതയുണ്ട്. എന്നിരുന്നാലും ഇപ്പോഴുള്ള രാഷ്ട്രീയ സാഹചര്യങ്ങളും സാധ്യതയും ഒക്കെ പരിഗണിക്കുമ്പോൾ ഈ 4 പേരുടെ പേരുകളാണ് മുൻഗണനയിലുള്ളത്. അതിൽ ഏറ്റവും പ്രാധാന്യത്തോടെയുള്ളത് കെ ശബരിനാഥിന്റെ പേരാണ്.